ഏറ്റവും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ച ഒരു ചെറിയ കഥയാണ് ഓർമ്മ വരുന്നത്. അതായത് ഒരു അമ്മയും മകളും കൂടെ അമേരിക്കയിൽ ഡാഫഡിൽ ഗാർഡൻസ്, അവിടെ ഡാഫഡിൽ ഗാർഡൻസ് ആണ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വളരെ നന്നായിട്ടുണ്ടാവുന്ന പൂവാണ്. ഒരു ഡാഫഡിൽ ഗാർഡൻ കാണാൻ പോയി. അപ്പം അമ്മയും മോളും കുറേ യാത്ര ചെയ്ത്, അപ്പം ആ യാത്രയിൽ ഏറെ നേരിട്ട പ്രതിസന്ധികളിൽ അവർ തിരിച്ചു പോയാലോ എന്നൊക്കെ ആലോചിച്ചു. എങ്കിലും വേണ്ട, അവർ ഈ യാത്ര പുറപ്പെട്ടതല്ലേ എന്നോർത്ത് ആ ഗാർഡനിൽ എത്തിച്ചേർന്നു. അപ്പം ഏകദേശം 4 ഏക്കറോളം വരുന്ന മനോഹരമായ ഡാഫഡിൽ ഗാർഡൻ. ആ ഗാർഡനിൽ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ ചിന്തിച്ചു, ഇതെങ്ങനെയായിരിക്കും ഈ ഇത്ര മനോഹരമായ ഈ കടൽ തീരത്ത് ഈ ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അവിടെ വേറൊന്നും കാണാനില്ല, അതൊരു പാർക്കല്ല, അതൊരു വേറെ ഒരു അമ്യൂസ്മെൻറ്റ് ഏരിയ ഒന്നുമല്ല. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ഏറെ മനോഹരമായൊരു ഡാഫഡിൽ ഗാർഡൻ. അപ്പോൾ ഈ അമ്മയും മോളും കൂടെ ഈ ഗാർഡൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അവർ മുന്നോട്ട് നടന്നു. അങ്ങനെ നടന്നു വന്നപ്പോൾ അവർ വഴിയിൽ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇറ്റ് സ്റ്റാർട്ടഡ് ബൈ വൺ വുമൺ ഓൺലി. അതായത് ഒരു സ്ത്രീയാണ് തുടങ്ങി വെച്ചത്. ഇറ്റ്സ് 50,000 ബൾബ്സ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1958. അതായത് 1958 ഒരു സ്ത്രീ തൻ്റെ മാത്രം ചിന്തയിൽ ഉദിച്ച ഒരു ആശയം ആ 4 ഏക്കർ പുരയിടത്തിൽ ഒരു ഡാഫഡിൽ ഗാർഡനായി നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അത് കാണാൻ അമേരിക്കയിലുള്ള മുഴുവൻ ഏതെല്ലാം ദേശത്ത് നിന്ന് ആ ഗാർഡൻ കാണാനായിട്ട് അവിടെ ആളുകൾ എത്തിച്ചേരുന്നു. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇതാരായാലും ഈ ഓമല്ലൂർ ഫെസ്റ്റ് അല്ലെങ്കിൽ ഓമല്ലൂർ കനാൽ സൗന്ദര്യവൽക്കരണം ഇത് നന്നാക്കണം എന്ന ചിന്ത ആരുടെ തലയുടെ ഉള്ളിൽ ഉദിച്ചതായാലും അത് മുന്നോട്ട് വെക്കുകയും അതിന് ആദ്യത്തെ പുല്ല് പറിക്കുകയും അതിൻ്റെ കൂടെ ഒരുപാട് പേരെ കൂട്ടുകയും ഇത് മാഞ്ഞൂർ പഞ്ചായത്തിലും കടുത്തുരുത്തി മണ്ഡലത്തിലും അല്ല കേരളം മുഴുവനും ഒരു മാതൃകയായിട്ട് നമ്മുടെ മുന്നിലേക്ക് തരികയും ചെയ്ത വീക്കെൻഡ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരെ ഏറെ ആദരവോടുകൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഓമല്ലൂർ ഫെസ്റ്റ് നമുക്ക് നൽകുന്ന ഒരു മാതൃക, ജാതിമത ചിന്തകളില്ലാതെ, വർഗീയ ചിന്തകളില്ലാതെ, പോസിറ്റീവ് മാത്രം, നന്മ മാത്രം ജനങ്ങളുടെ ഉള്ളിലേക്കും മനുഷ്യരുടെ ഉള്ളിലേക്കും പകർന്നു നൽകുന്ന ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഏറെ സന്തോഷകരമാണ്. അപ്പോൾ ഈ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.